കൂട്ടുകാരെ, ഞങ്ങളേ ഇന്നലെ പറഞ്ഞ കല്യാണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ വണ്ടിയിൽ പോയി. ഇനി ഞാനും മാളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളാണ് ഇന്ന് 2 പേരും വണ്ടിയിൽ പോണത് കേട്ടോ. ഞങ്ങളുടെ ആക്റ്റീവമ്മ പോണത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി കൂട്ടി നിർത്തി ചെറുക്കൻ്റെ കൂടെ ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ എന്താ പറയുക, അവർ വന്നില്ല ഇവർ വന്നില്ല ചിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അവൻ്റെ കൈയും കാലും നിന്ന് 7 മണിക്ക് അവൻ ഫോട്ടോ എടുക്കാൻ കയറി നിൽക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ കാലാഞ്ചനെ വേദനിച്ചിട്ട് വയ്യ. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മക്കളെ വേഗം വേഗം ഫോട്ടോ എടുത്തിട്ട് പോകും, എൻ്റെ കാല് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വേദന എടുത്തിട്ട് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ദേഷ്യം ഉണ്ടെങ്കിൽ പോലും അത് ഉള്ളിൽ അമർത്തിക്കൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ഇത് മൂത്ത ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ, പിന്നെ മൂന്നാമത്തെ ചേട്ടൻ, അങ്ങനെ ചേട്ടന്മാരുടെ ഒരു ഘോഷയാത്രയോടുകൂടി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ സ്വന്തം ചേട്ടനും ചേട്ടത്തിയും മകനുമാണ് നിൽക്കുന്നത്. അങ്ങനെ അവരുമായിട്ടൊരു ഫോട്ടോ എടുത്തു. സത്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ അന്നത്തെ ദിവസത്തോടു കൂടി ഫോട്ടോ എടുപ്പ് വെറുത്തോളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലും എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആർഭാടമായിട്ടുള്ള ഒരു രീതിയിൽ വന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ അപ്പനമ്മയാണ് കണ്ടത്. അപ്പോൾ അവൻ ചേട്ടനാണ് ഈ മോതിരമൊക്കെ കാര്യം വിട്ട്, ദയവ് ചെയ്ത് എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് പോയി തരാമോ, നിങ്ങൾ ഫോൺ മാറ്റി പിടിക്കാമോ എന്നൊക്കെ പറഞ്ഞ് ഞാനായിട്ടൊരു തല്ലുപിടുത്തൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ആൻറ്റിമാരും എൻ്റെ അപ്പാപ്പിമാരും എല്ലാവരെയും കൂടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഗ്ലാമർ ഫോട്ടോസൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നാത്തൂനും അതുപോലെ തന്നെ എൻ്റെ അനിയനും മക്കളും എല്ലാവരും കൂടി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തു. ഇതെൻ്റെ ഒരു അനിയനാണ്, ഇതെൻ്റെ അനിയത്തിയാണ്, സ്വന്തം അനിയത്തിയല്ല കേട്ടോ, അനിയൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥന തുടങ്ങി. ഇനി പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കാണ്. ഈ സ്തുതി കൊടുപ്പ് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ മുതിർന്നവർക്ക് സ്തുതി കൊടുക്കുന്ന ഒരു രീതി ഈ നാട്ടിലുണ്ട്. അല്ല, എല്ലായിടത്തും സ്തുതി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടാകാമെന്നും പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെല്ലാം കൊണ്ടും ദേഷ്യം വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദേഷ്യപ്പെട്ടിട്ട് നിൽക്കണ കാരണം ഞാനുമായിട്ട് ഒന്ന് ഗുസ്തി കൂടിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു അവനെ കണ്ടുട്ടാ. അപ്പോൾ അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടിപ്പോയി കഴിഞ്ഞിട്ടും എന്താ പറയുക, കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവളുടെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വേറെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം അവൾ ഫോൺ എടുത്തിട്ടുണ്ട് കയ്യിൽ എന്നുള്ളത് എനിക്കറിയാം. ഇനി എന്തൊക്കെ ഒപ്പിക്കാമെന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഒത്തിരി പേര് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചു ഉല്ലസിച്ചിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ നമുക്ക് കെട്ട് പറഞ്ഞ സമയത്ത് തന്നെ എത്തണ്ടേ. അപ്പോൾ അതിൻ്റെ ദിക്കും തിരുതൊക്കെയായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ വന്ന് കുറേ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങളുടെ നാടുകളിൽ ഇതുപോലെ തന്നെയൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞ അമ്മേ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മുന്നിൽ ചേട്ടന്മാർ കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കമൻ്റൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഒരു രസമല്ലേ. എനിക്കാണെങ്കിൽ ഏത് വണ്ടിയിൽ പോയാലും സൈഡിലിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ചിലപ്പോൾ ഞാനും എൻ്റെ മക്കളൊക്കെ തല്ലി പിടിക്കാറുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് സീറ്റ് ചോദിച്ച് അമ്മ പോയിക്കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ സൈഡ് സീറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോകുന്നതാണ് ഇഷ്ടം. പിന്നെ കൂടെ ഒരു പാട്ടും കൂടി ആ വണ്ടിയിലുണ്ടെങ്കിൽ അത്രയും സന്തോഷം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തുരുത്തിപ്പള്ളിയിലെത്തി. തുരുത്തിപ്പള്ളിയില്ല, ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഴിമറ്റം പള്ളിയാണെന്ന് തോന്നുന്നു കണ്ടത്. എന്തായാലും കൊള്ളാം. ഞങ്ങളിപ്പം തുരുത്തിപ്പള്ളിയിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ തുരുത്തിപ്പള്ളി വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ വണ്ടി കയറാൻ വേണ്ടിയിട്ട് വഴിയിലിറങ്ങിയായിരുന്നു അതിന് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം കോപ്പറേറ്റീവൊക്കെ കാണിച്ചിട്ടാണ് വരണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല. കണ്ടോ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് മറ്റേ നരസിംഹമൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ദേഷ്യത്തിലാണ് വന്നത്. എന്തായാലും അവിടെ ചെന്ന് മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് എന്തായാലും കൊള്ളൊരു മുന്തിരി ജ്യൂസ് എടുത്തിട്ട് ഞാൻ കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരിലെ ചേച്ചിമാരൊക്കെ വന്ന് കയറി. അത് പയറ്റുപാക്കയിൽ ചേച്ചിമാരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് കയറിയിട്ട് അവരെ കണ്ട് വർത്തമാനം പറയാനായിട്ടുള്ള രംഗമുണ്ട്. അപ്പോൾ അതിലൊരു ചേച്ചി എൻ്റെ കാല് മൂന്ന് ചവിട്ടിയായിരുന്നു എൻ്റെ ഇടയ്ക്ക് വന്നിട്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, എന്നെ ഒരു നുള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ അലറി.
അത് കഴിഞ്ഞ് ഓരോരുത്തർ ഞങ്ങളുടെ നാട്ടിലത്തെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, എടി പെണ്ണെ ഫോൺ മാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊക്കെ ഞാൻ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ മറ്റുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. അപ്പം ഞങ്ങളുടെ ചേച്ചിമാർക്കൊക്കെ നാണം, ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ ബഹളമൊക്കെ വെച്ചു കൂട്ടാ. എങ്കിലും അവരൊക്കെ ഞാൻ എടുത്തു കേട്ടോ. കാരണം ഞങ്ങൾക്ക് പയറ്റുപാക്ക ഒരു ദേശമുണ്ടെന്നുള്ളത് ഈ ആലപ്പുഴ ജില്ലയിൽ പയറ്റുപാക്ക എന്നുള്ളൊരു ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ ഇങ്ങനത്തെ ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കച്ചമ്പാക്ക, പയറ്റുപാക്ക, അങ്ങനെ ഓരോരോ പേരുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ചിരിയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പം എൻ്റെ പയറ്റുപാക്ക ദേശത്തുള്ള ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. വളരെ സ്നേഹമുള്ള ചേച്ചിമാരാണ്. എനിക്ക് കൈക്കൂലിയും തന്നിട്ടില്ല കേട്ടോ. ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മളെ ഗുണദോഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ഇവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചേച്ചിമാരാണ്. അപ്പോൾ എന്തായാലും ചെക്കനും പെണ്ണും വന്നിറങ്ങി ഇനി അവർ പള്ളിയിലേക്ക് വരുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് എന്താ പറയുക സങ്കല്പങ്ങളൊക്കെ ആയിട്ടാണ് വധു വരൻ്റെ കൂടെ കയറി വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചേച്ചിമാർ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറിപ്പോകുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ ഇവിടുത്തെ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവാണ് കേട്ടോ. അമ്മായിമാരൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പള്ളിയിൽ കുർബാനയ്ക്കുള്ള സമയമായിട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഉള്ളിലേക്ക് കയറുവാണേ. മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമുള്ളതാണ്. എങ്കിലും അത് അനുഭവിച്ചറിയുവാനും ആ ഐക്യത്തിലേക്ക് വളരുവാനായിട്ടും വിവാഹമെന്ന ഉദാശയിലൂടെ ദൈവം ഇവർക്ക് കൃപ നൽകുകയാണ്. വലിയ ഒന്നായി തീരുവാനുള്ള കൃപയാണ് ഈ വിവാഹമെന്ന ഉദാശയിലൂടെ ദൈവം ഇവരിലേക്ക് വർഷിക്കുന്നത്. നാം എല്ലാവരുടെ സാക്ഷികളാവുകയാണ്. വിവാഹം വിശേഷാൽ വഹിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. പരസ്പരം സവിശേഷമായിട്ട് വഹിക്കുവാനായിട്ടുള്ള വിളിയാണ് വിവാഹം. പൂർണ്ണമായ മോദത്തോടുകൂടി ജോസഫിനെ നിന്റെ കർത്താവായി സ്വീകരിക്കുന്നു.
അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു. ഇനി അവർ ഫോട്ടോ എടുപ്പൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇനി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകേണ്ട. അപ്പോൾ ഞാനിവിടെ ഈ ആൾത്താരൊക്കെ കണ്ടു കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആൾത്താരാട്ടോ. കാരണം തൃശ്ശൂർ മിക്ക പള്ളികളിലും ഇങ്ങനെയൊക്കെ സ്വർണ്ണോസുണ്ട്, അതുപോലെ തന്നെ ആരാധനാപീഠമുണ്ട്, വളരെ മനോഹരമാണ്. അതുപോലെ തന്നെയുള്ളൊരു പള്ളിയാണ് കേട്ടോ ഈ തുരുത്തി പള്ളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മധുബഹയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സ്ലിവ കുരിശും അതിന് മുകളിലാണെങ്കിൽ തൂങ്ങപ്പെട്ട രൂപം എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാനങ്ങ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം മക്കളൊക്കെ ഇനി ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവരുടെ അടുത്തേക്ക് ചെന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടിയും എനിക്ക് ഈ പള്ളി കണ്ടിട്ട് എനിക്കങ്ങ് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി. കുറേ നാളുകൾക്ക് ശേഷമാണ് തൃശ്ശൂരത്തെ പള്ളിയിലെ അതേ ഒരു രൂപമുള്ള ഞാനിവിടെ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പള്ളിൻ്റെ ആൾത്താര ഞാൻ ഇത്രയും നാളായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഞാനൊന്നും കൂടിയും അവിടെയൊക്കെ വീക്ഷിച്ച് അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. അങ്ങനെ ഞങ്ങൾ പാരീഷ് ഹാളിൽ കല്യാണ മണ്ഡപത്തിലേക്ക് വന്നു കേട്ടോ. ഹാളാണ്. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബൊക്കെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചെറുക്കനൊന്നും വന്ന് കയറിയിട്ടില്ല, അവരൊക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റിലേ വന്നു കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേജും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ. അപ്പോൾ ഒരു ചേട്ടനനിയന്മാരൊക്കെ എല്ലാവരും കൂടി ഒന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഹാളൊന്ന് കുറച്ച് എന്താ പറയുക ചേച്ചിമാരൊക്കെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ്. കാലത്ത് തൊട്ട് അവറ്റങ്ങൾ കഷ്ടപ്പെടണം കേട്ടോ. സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കല്യാണങ്ങളും അതുപോലെ തന്നെയുള്ള പരിപാടികളൊക്കെ ഉള്ളതാകുമ്പോൾ എനിക്ക് അവിടെയുള്ള ചേച്ചിമാരൊക്കെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് എണീറ്റ് വീട്ടിലെല്ലാ ജോലികളും കഴിഞ്ഞ് കാറ്ററിംഗ് സർവീസിന് വരുന്ന ചേച്ചിമാരുടെ ത്യാഗം, അതും കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരുപാട് ജോലികളുള്ള ചേച്ചിമാരുണ്ട്. ചില ചേച്ചിമാരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവരൊക്കെ അങ്ങനത്തെ കഷ്ടപ്പാടിൻ്റെ കുറേ കാര്യങ്ങൾ പറയും. എനിക്കതൊക്കെ എന്താ പറയുക കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് അവരെ പ്രതി അഭിമാനം തോന്നാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ കറികളൊക്കെ വെച്ചിട്ടുണ്ട്. അച്ചാറുണ്ട്, പിന്നെ മീൻ പൊടിയുണ്ട്, മറ്റേ പൊടിമീൻ വറുത്തതുണ്ട്, ബീഫുണ്ട്, അതുപോലെ തന്നെ കട്ട്ലേറ്റ് ഉണ്ട്, വെള്ളയപ്പമുണ്ട്, താറാവ് കറിയുണ്ട്. അപ്പോൾ അത്രയൊക്കെയുണ്ട്. ഇത് ഞങ്ങളുടെ ആങ്കർമാരായിട്ട് വന്നിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അച്ചായൻ പറഞ്ഞു, ഞങ്ങളുടെ കുമരങ്ങേരിലെ തങ്കച്ചായൻ പറഞ്ഞു എൻ്റെ ഫോട്ടോയിൽ നിന്ന് എടുക്കരുത് നീ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. എന്തായാലും കൊള്ളാം, അച്ചായൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തു. അപ്പോൾ ഈ ചെറുക്കനും പെണ്ണും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ അനിയൻ അതിലേക്ക് ഇടുന്ന് ഇങ്ങനെ വിലസി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആങ്കർമാർ രണ്ടുപേരും സ്റ്റേജിൻ്റെ മുകളിലെത്തി. അവരിങ്ങനെ അവരുടേതായിട്ടുള്ള ശൈലിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വെച്ച് അവർ അടിപൊളിയാക്കിയിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഈ ഇടത്തെ ഇപ്പം നമ്മൾ ഫോൺ കാണുന്ന സമയത്ത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ നാത്തൂൻ്റെ മകളായിരുന്നു. ഇനി അടുത്തത് സംസാരിക്കുന്നത് എൻ്റെ ഒരു നാത്തൂൻ്റെ മകൾ തന്നെയാണ്, പക്ഷേ എൻ്റെ ഇവിടുത്തെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോളുടെ മോളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, അവർ വളരെ മനോഹരമായിട്ട് അവരുടെ ആങ്കറിങ് നടത്തിക്കൊണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറുക്കനും പെണ്ണൊക്കെ ഹാളിലേക്ക് നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കൻ വീട്ടുകാരും പെണ്ണ് വീട്ടുകാരൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഇൻവൈറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വരുന്നു, സ്റ്റേജിൽ കയറുന്നു, ചെറുക്കനും പെണ്ണിനും മാലയിടിക്കുന്നു. അപ്പം എന്താ പറയുക, അത് വീടുകളിലായിരുന്നു കൂടുതലും. നമുക്ക് ഇങ്ങനത്തെ ഹാളുകളൊന്നും അല്ലല്ലോ. അപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് ഹാളിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു പന്തലൊരുങ്ങി അവിടെ വേണം കല്യാണം നടത്താനായിട്ട്, എനിക്കത് ഇഷ്ടം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴത്തെ സൗകര്യങ്ങളും അസൗകര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് എല്ലാവരും ഹാളുകളിൽ തന്നെ വെക്കുന്നത്. പള്ളി കഴിയുന്നു, പള്ളിയിൽ നിന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അപ്പോൾ എന്താ പറയുക, കുറച്ച് ചിലവുകളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലത്തെ എന്താ പറയുക കല്യാണ മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ചെറുക്കനും പെണ്ണും കയറി വരുന്ന രംഗമാണ് കാണുന്നത്. അവർ വളരെ ഹാപ്പിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ, ഈ ഹാപ്പി എന്നും നിലനിൽക്കട്ടെ. ഇന്ന് പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഉണ്ടാകും ജീവിതത്തിൽ. പക്ഷേ അതിലെല്ലാം അടിപതറാതെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് എപ്പോഴും ചെവി കൊടുക്കാതെ ഇവർക്ക് മുന്നേറാണ്ട് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വിവാഹ ജീവിതം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള ചിന്തകളുണ്ട്, അതുപോലെ തന്നെ ഭാവനകളുണ്ട്. അവൾ ചിന്തിച്ചിരിക്കുന്ന പല ചിന്താരീതികളുണ്ട്. അവളുടെ ഭർത്താവിനെ പറ്റിയിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ അവൾക്ക് ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് അവൾ വന്ന് കയറുന്നത്. അപ്പോൾ
അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് കൊടുക്കട്ടെ, അവരുടെ ജീവിതം മനോഹരമായി തീരട്ടെ എന്ന് ഞാൻ പറയണം. അപ്പോൾ ഇത് വരുന്നത് മൂത്ത ചേട്ടനും അവൻ്റെ മൂത്ത ചേട്ടനും ചേട്ടത്തിയും കുഞ്ഞുമാണ്. പിന്നെ പുറകെ വരുന്നത് അവൻ്റെ അമ്മയും, ഇത് ഞങ്ങളുടെ അപ്പൻ്റെ അനിയനുമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് ഇത് പെൺകൂട്ടുകാരുടെ വീട്ടിലാണ്. അവരുടെ അപ്പനും അമ്മയും ഒരു സഹോദരിയാണ് അവർക്കുള്ളത്. അപ്പോൾ ആ കൊച്ചും കയറി കേട്ടോ. ഇതെൻ്റെ അനിയനാണ്. അപ്പം അങ്ങനെ എല്ലാവരും കയറി ഫോട്ടോസൊക്കെ എടുക്കൽ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ അപ്പവും മറ്റേ പൊന്നും കൂടിയിട്ട് പറയുകയാണ് ഇനി ദീപം തെളിയിക്കലാണ്. അപ്പോൾ ചെറുക്കനും പെണ്ണും വന്ന് ദീപം തെളിയിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പരസ്പരം രണ്ട് വീട്ടുകാരുടെയും ആളുകൾ വന്നിട്ട് ദീപം തെളിയിക്കണം. അതായത് മാതാപിതാക്കൾ കേട്ടോ, സഹോദരങ്ങളും കൂടി ദീപം തെളിയിക്കാം എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, നമ്മുടെ ദീപത്തിൻ്റെ തെളിയിക്കുന്ന മെഴുകുതിരികളൊക്കെ വെച്ചിരിക്കുന്നിടത്തേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി കേട്ടോ. ശരിക്കും ഈ ദീപം എന്തിനാണ് തെളിയിക്കുന്നത്? നമ്മൾ ഇരുളിൽ നിന്ന് ഒരു പ്രകാശത്തിലേക്ക് കടന്നു വരികയാണ്. ആ പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് എത്തുവാനും അവർക്ക് കിട്ടുന്ന ആ പ്രകാശത്തിൻ്റെ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്കും മറ്റ് രണ്ട് കുടുംബങ്ങളിലേക്കും പരസ്പരം കൈമാറുന്നതിനും വേണ്ടിയിട്ടാണ് ദീപം തെളിയിക്കുന്നത് കേട്ടോ. പലപ്പോഴും പലരും സ്റ്റേജിൽ കയറുന്ന ദീപം തെളിയിക്കും, അത് ഉദ്ഘാടന ചടങ്ങ് എന്നുള്ള നിലയ്ക്കാണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ. എന്തായാലും കൊള്ളാം. ഇത് ഞങ്ങളുടെ ഒരപ്പാപ്പൻ്റെ മോളാണ്, ഡെയ്സി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവളുടെ കൊച്ചൊക്കെ അറിയാതെയാണ് ഞാനത് എടുത്തത്. തല്ല് കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ദീപം തെളിയിക്കൽ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും മാറി 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 ദീപം തെളിയിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുവാനും അതുപോലെ തന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് കടക്കുന്നതിനും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നതിനും വേണ്ടിയിട്ടാണ് ശരിക്കും പണ്ട് കാലത്ത് ദീപം തെളിയിച്ചുകൊണ്ടിരുന്നത്. ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് സത്യത്തിൽ. ഇനി അടുത്തതായിട്ട് അവർ കേക്ക് മുറിക്കാനായിട്ട്, അതായത് മധുരം നുകരാനായിട്ട് പോവുകയാണ്. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. പരസ്പരം കേക്ക് മുറിച്ചിട്ട് എന്താ പറയുക, വിവാഹം കഴിക്കുന്ന ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും കേക്ക് മുറിച്ച് കൊടുക്കുന്ന രീതിയും, അതുപോലെ തന്നെ പെൺകുട്ടി നേരെ തിരിച്ചും, അതായത് ആൺകുട്ടിക്കും അതുപോലെ തന്നെ ആൺകുട്ടിയുടെ വീട്ടുകാർക്കും കൂടിയിട്ട് കേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങ്, അത് ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ അവിടെയൊക്കെ ചെറുനാരങ്ങയൊക്കെ വയ്ക്കും കേട്ടോ പ്ലേറ്റിൽ. അത് ഞങ്ങളുടെ ആ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, തൃശ്ശൂരാണ് കേട്ടോ. അപ്പം ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ട് ആ ചെറുനാരങ്ങയൊക്കെ വന്നിരിക്കുന്ന മണ്ഡപത്തിൽ വന്നിരിക്കുന്ന എല്ലാവരുടെ കൈകളിലേക്കും കൊടുക്കും. അതുപോലെ തന്നെ കളഭം ചന്ദനം ചാർത്താനായിട്ടുള്ളത്, അത് ചാരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതും എല്ലാവർക്കും പാസ് ചെയ്ത് പോവും. അതെല്ലാവരും നെറ്റിലെടുത്ത് തൊടും. അങ്ങനെയൊക്കെയുള്ളൊരു ആചാരങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്, തൃശ്ശൂർ ഭാഗത്തുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ വേറൊരു ശൈലിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ നാടുകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കല്യാണ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ തിരുവനന്തപുരം മുതൽ അത് എന്താ പറയുക അങ്ങേറ്റം വരെ നമ്മുടെ 1ാമത്തെ ജില്ല മുതൽ 14ാമത്തെ ജില്ല വരെ പല രീതികളിലാണ് വിവാഹ ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളുടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുക്കൻ എന്താ പറയുക പെൺകുട്ടിയുടെ അനിയത്തിക്കും കേക്ക് കൊടുത്തു. അങ്ങനെ അവർ ഇനി അടുത്തതായിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് വൈൻ കൊടുക്കുകയാണ് കേട്ടോ. വൈൻ എന്താ പറയുക ചെറുക്കൻ്റെ ചേട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പെൺകുട്ടി അപ്പനമ്മയ്ക്കും കേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ, അതായത് ചെറുക്കൻ്റെ അപ്പനമ്മയ്ക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അടുത്തത് ഇവർ കൊടുക്കാൻ പോകുന്നത് വൈൻ കൈമാറാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ചേട്ടനൊക്കെ എന്താ പറയുക ഇതൊന്ന് കൊടുക്കട്ടെ എന്നുള്ളൊരു ഭയങ്കര ധൃതിയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കേക്ക് കൊടുക്കൽ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇനി ഈ വൈൻ കൊടുക്കലും എല്ലാ നാടുകളിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതൊക്കെ ഒരു യൂറോപ്യൻ നാടുകളിലൊക്കെ ഇങ്ങനെ കേക്ക് മുറിക്കലും അതുപോലെ തന്നെ വൈൻ കൊടുക്കലൊക്കെ ഉള്ള രീതികളുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വന്ന് പ്രവേശിച്ചതാണെന്ന് തോന്നുന്നു. കാരണം മറുനാടൻ മലയാളികൾ പല സ്ഥലങ്ങളിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ കൾച്ചറുമായിട്ടായിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുമ്പം അവിടുത്തെ ഒരു ശൈലി വന്ന്
നമ്മുടെ പല കല്യാണങ്ങളിലും ഇങ്ങനത്തെ ഓരോ ശൈലികളും രൂപപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10 വർഷം കൂടിയും കഴിയുമ്പോൾ എന്തൊക്കെയായി തീരുന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് കരിക്ക് വെട്ടി കരിക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൃത്രിമൊക്കെ ചെയ്തിട്ടാണ് പണ്ട് കാലത്ത് കൊടുത്തിരുന്നത്. അതിന് പകരം പുതിയതായിട്ട് ഫൈൻ കൊടുത്ത് പരിപാടികൾ അവതരിപ്പിക്കുന്നു, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു ഡാൻസ് കണ്ടിട്ട് വരാം അല്ലേ. അപ്പം ഇത് ഡാൻസ് കളിക്കുന്നത് എന്താ പറയുക, ജോബിന, ജസ്റ്റീന, അതുപോലെ തന്നെ ജസ്ന, ജെഫിന. അതിൽ 3 മക്കൾ എൻ്റെ മക്കളാണ്. അതിൽ ആ പച്ച ഇട്ടിരിക്കുന്നത് എൻ്റെ അനിയൻ്റെ കൊച്ചാണ് കേട്ടോ. അപ്പം ഇവർ ഒരു മഴയിലും വെയിലിലും എന്നുള്ള പാട്ട് വെച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്. പക്ഷെ ഞാൻ ആ പാട്ട് ഇതിൽ ചേർക്കാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് കേട്ടോ. കാരണം നമ്മൾ ഏത് വീഡിയോസ് ഇട്ടാലും അതിൻ്റെ എന്താ പറയുക, പാട്ട് വന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് അടുത്ത് കോപ്പിറൈറ്റ് ആയിട്ട് മാറാം. അപ്പോൾ അത് നമുക്ക് റീച്ച് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യണത്, ആ പാട്ടം കട്ട് ചെയ്യണത് കേട്ടോ. പിന്നെ ഇപ്പോൾ 2-3 അച്ഛന്മാർ സംസാരിക്കുന്നതും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പാട്ടും ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ. ഇവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഡാൻസ് കളിച്ചത്. എന്തായാലും ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചൂടെടുത്ത് ആവി കൊണ്ടിട്ടൊക്കെ ഇരിക്കണത്, എങ്കിലും അവർ ആസ്വദിച്ചതിൽ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം അങ്ങനെ അവർ വാശിക്കുന്നുണ്ട് ആ ഡാൻസ് കളിക്കണം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ തോന്നിയത്. അപ്പം അതിനിടയ്ക്ക് 2 പേരുടെ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് കേട്ടോ. പക്ഷേ ആ പാട്ടും കൂടി വന്നായിരുന്നെങ്കിൽ ഭയങ്കര രസമായാണ്. പക്ഷേ എനിക്കത് ആ പാട്ട് ഇതിൽ കയറ്റാനായിട്ട് മടിയായിട്ട് ഞാനത് കയറ്റാതിരുന്നത് കേട്ടോ. അപ്പം ഈ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു കാര്യം പറയാവേ. ഈ പണ്ടൊക്കെ കല്യാണ വീടുകളിൽ പന്തലൊക്കെ ഒരുക്കി തലേ ദിവസങ്ങളിൽ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകളെല്ലാം ഒത്തുകൂടിയിട്ട് ഡാൻസും പാട്ടും അതുപോലെ തന്നെ സത്യമായിട്ടുള്ള കാര്യം പറയാം, വെള്ളമടി വരെ നടന്നിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു പരസ്പരം. എല്ലാവരും അയൽപ്പക്കാരെല്ലാവരും കൂടി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വീടിൻ്റെ മുറ്റത്തിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് 10-15 വീട്ടുകാരൊക്കെ ഒരുമിച്ച് വന്നിരുന്നിട്ടാണ് ആ വീട്ടിലേക്ക് പിറ്റേ ദിവസത്തേക്കുള്ള സദ്യകൾ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നത്. അതൊരു മേളം തന്നെയായിരുന്നു കേട്ടോ. ഞാനൊക്കെ കുഞ്ഞിലേ ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഹരമായിരുന്നു സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞുനാളിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എനിക്കൊരു കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും അതുപോലെ ബന്ധുക്കളെല്ലാവരും കൂടി വന്നിട്ടാണ് ഭക്ഷണമൊക്കെ റെഡിയാക്കാനായിട്ട് വന്നത്. പിന്നെ അപ്പച്ചൻ്റെ കുറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു പ്രയറിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നിട്ടാണ് ഫുഡ് അന്ന് തയ്യാറാക്കിയത് കേട്ടോ. അപ്പം എനിക്കിന്ന് ഓർമ്മയുണ്ട്, വീടിൻ്റെ പന്തലിൻ്റെ ഒരു സൈഡ് കണ്ടിട്ട് വേറൊരു മറപ്പുര പോലെ കെട്ടിയിട്ടാണ് അവിടെ ചോറും കാര്യങ്ങളൊക്കെ. ഇന്നും പല നാടുകളിലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു സന്തോഷത്തിൻ്റെയും ഒരു ഒത്തൊരുമയുടെയൊക്കെ ഒരവസരമാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനെടുത്ത വിശേഷത്തിലേക്ക് വരാം. ഇവരുടെ ഡാൻസ് കഴിഞ്ഞു കേട്ടോ. അവർ പാട്ട് നിർത്താണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് ചാടുമായിരുന്നു. അപ്പം ഇത് ഞാനും എൻ്റെ നാത്തൂനാണ്, അത് വേറൊരു നാത്തൂനാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ ബന്ധുക്കളെ കുറച്ച് പേരെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ പുറകിലുള്ളവരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർ കണ്ടു. അപ്പോൾ അവരെന്നോട് വന്നപ്പോഴേ പറഞ്ഞു, നീ ഈ ആവശ്യമില്ലാത്ത പണികളൊന്നും കാണിക്കരുത്, വീഡിയോസിലൊന്നും ഞങ്ങൾ വരുത്തരുതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ടിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാട്ടുകാരനാണ്. അവന് അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് അവൻ അവിടെ തകർന്നു പോയതാണ് കേട്ടോ. പക്ഷേ നല്ല സൂപ്പറായിട്ട് പാടും, നല്ല ശബ്ദമാണ് അവൻ്റേത്. അപ്പോൾ അവൻ ഒരു പാട്ട് പാടാൻ ഇസ്രായേൽ നാഥനായി എന്നുള്ള പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാട്ട് ഇതിൽ കയറ്റാണ്ടത്. പക്ഷേ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് ഇട്ടതിൽ ഞാൻ അവൻ പാടിയ ഈ പാട്ട് ഇട്ടോന്ന് എനിക്കറിയില്ല, വേറൊരു പാട്ട് അവൻ എന്താ പറയുക ആൽബം സോങ് പാടിയായിരുന്നു, നല്ല പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിലിട്ടിട്ടുണ്ട്. ഇതുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം അങ്ങനെ അവൻ്റെ പാട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അന്ന് മൈക്കൊക്കെ ഉപയോഗിച്ച് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും പണ്ടത്തെ കാലത്തെ കല്യാണം എന്ന് പറയണത് നാട്ടുകാരറിയിച്ചിട്ടുള്ളൊരു കല്യാണമായിരുന്നു.
ഇന്നും നാട്ടുകാരൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി എന്താ പറയുക ഒത്തുകൂടിയിട്ടുള്ള ഫുഡ് വെപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ചില നാടുകളിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അതും ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ പറയും, എടി ഇന്നലെ ഇന്ന വീട്ടിലെ കല്യാണമായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയിരിക്കുകയായിരുന്നു, അവിടെ കുറേ അരിയാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നൊക്കെ എൻ്റെ കൂട്ടുകാർ പറയാറുണ്ട് കേട്ടോ. അത് കൂടുതലും പാലക്കാട് സൈഡ് അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതല്ല, ആർക്കും സമയമില്ല സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനുള്ള പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ ടേബിളിൽ ഫുഡ് എത്തും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സാഹചര്യമാണ് എല്ലാവരും നോക്കുന്നത്. അത് ആരുടെയും കുറ്റമല്ല കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളും ഇനി പോകാൻ യാത്രയാകാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വിശേഷങ്ങളുള്ളൂ. താങ്ക് യു.